ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു പ്രളയം വന്ന് സർവ്വ സ്ത്രീകളും മരിച്ചൊടുങ്ങി. ബാക്കിയാവുന്നത് ഇവള് മാത്രമാണെങ്കിൽ പോലും എനിക്കിവളെ വേണ്ട. ഞാൻ ഇവളെ തൊടത്തില്ല. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനുമില്ല. പോകുമ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കണമെന്ന്. എന്തിനാ അവരുടെ അടുത്ത് അത്രയും സംസാരിക്കാനായിട്ട് പോയത്? അതെ, വെറുതെ ഇരുന്ന ഡിഗ്നിറ്റി കൂടുവോ? ഞാനങ്ങനെ പെരുമാറിയത് കൊണ്ട് ഗാതമ്മയുടെ എല്ലാവർക്കും ഇഷ്ടായി എന്നല്ലേ പറഞ്ഞേ? ഇനി മുതൽ വേണമെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നോളാം. മിണ്ടാതിരിക്കണം എന്നല്ല പറഞ്ഞത്. എന്തിനും ഏതിനും കയറി അഭിപ്രായം പറയുക, മറ്റുള്ളവരുടെ ഇലയെന്നെടുത്ത് ഭക്ഷണം കഴിക്കുക, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഞാനേ വേഷം കിട്ടുന്നതാ. എന്നാലും എന്റെ ഉള്ളിന്റെ ഉള്ളില് ചില ശീലങ്ങൾ കാണില്ലേ? ഞങ്ങള് കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ അങ്ങനെയാ. ഈ കൈ കിടക്കുന്നത് അവരുടെ കുടുംബവളയാണെങ്കിൽ ഇതെങ്ങനെയാ നിന്റെ കയ്യിൽ വന്നത്? അപ്പ എന്റെ ആന്റി കളക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷെ ഇതിനൊരു യഥാർത്ഥ കാരണം കാണുമല്ലോ. ഞാനിപ്പോ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞതാ. ഇതേ ഒരാൾ എനിക്ക് സമ്മാനമായിട്ട് തന്നതാ. അത്രയും വലിയൊരു തറവാടിന്റെ പാരമ്പര്യമായിട്ടുള്ളൊരു വള നിനക്കാരെ സമ്മാനമായിട്ട് തരാൻ? നീ ഇതെവിടുന്ന് മോഷ്ടിച്ചതല്ലോ അല്ലേ? മോഷ്ടിച്ചും കട്ടൊക്കെ ജീവിക്കാൻ അറിയായിരുന്നെങ്കിൽ ഞാനിങ്ങനെ വേഷം കിട്ടാൻ വരുമായിരുന്നോ? അമ്മയുടെ ഓപ്പറേഷൻ ഉള്ളത് എനിക്ക് മോഷ്ടിച്ചുണ്ടാക്കിയാ പോരെ? മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? മാഡത്തിന്റെ മകളെ അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ച് അയക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ. അതെ, ഞാൻ ടെറസിൽ നിന്ന് വീണതല്ല. എന്നെ കരുതി കൂട്ടി തള്ളി വീഴ്ത്തിയതാ. ആര്? ആ പെണ്ണ് തന്നെ, കീർത്തി. എന്നിട്ട് നീ ഇതെന്താ അവിടെ വെച്ച് പറയായിരുന്നത്? അത് പറഞ്ഞ എല്ലാവരുടെ മനസ്സിലും വിഷമം ഉണ്ടാവില്ലേ? ആ വീട്ടില് എല്ലാവരും നല്ലതാ, ആ നിർമ്മലയും മോളും ഒഴിച്ച്. എനിക്കിത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ കൈനീട്ടിയത് മാഡത്തിന്റെ മുന്നിലാ. അതിന്റെ നന്ദി ഞാൻ കാണിക്കണ്ടേ? അതുകൊണ്ട് സൂക്ഷിക്കണം മാഡം. എന്റെ സ്ഥാനത്ത് ഗാഥാമ്മയുടെ ആയിരുന്നെങ്കിൽ എന്തു സംഭവിച്ചേനെ? ഇങ്ങനെയുള്ള സാഹചര്യത്തില് ജീവിക്കാൻ പഠിച്ചതാ എന്റെ മിടുക്ക്. പക്ഷേ അവിടെ വെച്ച ഇതറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം എല്ലാം അവസാനിപ്പിച്ചു. അതെ, അവര് രണ്ടുപേരും ചെയ്ത തെറ്റിന് ആ കുടുംബത്തെ മുഴുവൻ ശിക്ഷിക്കേണ്ട കാര്യമില്ല. മാത്രല്ല, നവീന് കഥയെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ? മാഡം, മാഡത്തിന്റെ മോളെ മാഡം എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഒറ്റപ്പെട്ടു പോയ ഒരമ്മയുടെ മകള് തന്നെയാ ഞാനും. മകളെ കുറിച്ചുള്ള അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും. എന്താ സുമിത്രേ, എല്ലാവരോടുമായിട്ട് നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു? പറയാമേ. കീർത്തി, ഗാഥമോള് നീയും കൂടി ടെറസിലേക്ക് പോയിട്ട് അവിടെ എന്താ നടന്നത്? അവിടെ നടന്നതും എല്ലാവരും കണ്ടത് തന്നെയല്ലേ? മറ്റുള്ളവർ കണ്ട കാര്യമല്ല, അവിടെ എന്താ യഥാർത്ഥത്തിൽ നടന്നതെന്നാ ചോദിച്ചത്. എന്തു പറ്റി സുമിത്രേ? ടെറസിലേക്ക് പോയ ഇവരുടെ പിന്നാലെ ഞാനും ഉണ്ടായിരുന്നു. ഗാഥമോള് വീണത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ തൂങ്ങിക്കിടന്ന ഗാഥയുടെ കൈ പിടിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല. ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചതാ. കള്ളം പറയരുത്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്ത് സമാധാനം പറഞ്ഞേനെ? അമ്മേ, ഞാൻ ചോദിക്കാം, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ? അല്ലെങ്കിൽ ഗാഥയെ ഞാൻ വിളിച്ച് നിന്റെ മുന്നിൽ കൊണ്ടേ നിർത്തും. നിർത്ത്. സുമിത്ര, ഇങ്ങ് മാറിയേ. നിന്റെ പക അടങ്ങിയിട്ടില്ലല്ലേ? ഒന്നുമില്ലാത്ത സ്നേഹം നടിച്ച് ഗാഥമോളെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോ സംശയിക്കണമായിരുന്നു. കൊല്ലാൻ തന്നെയായിരുന്നു ഉദ്ദേശം.
അല്ലടി അമ്മേ അവള് വയ്യാതിരിക്കുവല്ലേ? വയ്യാതായിട്ടുണ്ടെങ്കിലേ അത് ദൈവം കൊടുത്ത ശിക്ഷയാ, മനസ്സിലായോ? എന്തൊരു തോന്നിയോസാ കാണിച്ചു കൂട്ടുന്നത്. ഈ വിവരം സീതാരാമം അറിഞ്ഞാലേ ഗാഥമാടത്ത് പിന്നെ ഈ വീട്ടിലേക്ക് വിടുവോ? ആ പെൺകുട്ടി ഒരു മര്യാദ ഉള്ളവളായതുകൊണ്ടാ സംഭവിച്ചതൊന്നും ആരോടും പറയാതിരുന്നത്. ഛെ, ഇനി എത്ര കാലം കൂടി ഇവരെങ്ങനെ സഹിക്കണം? എത്ര കാലായി അപകടപ്പെടുത്താനും കൊല്ലാനൊക്കെ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? നിർമ്മലേ, ഇനി ഇക്കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. കുടുംബത്തിന് അപമാനം വരുത്തി വെച്ച നിങ്ങൾ ഈ പടിയിറങ്ങിയേ പറ്റൂ. അയ്യോ ഏട്ടാ, ഇവളുടെ ഭാഗത്തുനിന്ന് തെറ്റ് ഒന്ന് ക്ഷമിച്ചൂടെ? നല്ലത് പഠിപ്പിക്കേണ്ട അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല, ഇറങ്ങിയാ മതി. സുമിത്രേ, അവള് കാണിച്ച തെറ്റിന് എല്ലാവരുടെയും കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയും. പ്ലീസ് ഞങ്ങളെ ഇറക്കി വിടരുത്. സുമിത്ര ഒന്ന് പറ. നന്ദേട്ടാ, അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഇത് പറഞ്ഞു പറഞ്ഞു മടുത്തു സുമിത്രേ. ഈ കുടുംബത്തിൽ പറഞ്ഞോളല്ലേ ഇവള്, അതിന്റെ അന്തസ് കാണിച്ചൂടെ? അച്ഛനും അമ്മയും മോളും കൂടി എപ്പോഴും ഈ നാടകം നടത്തി കൂട്ടുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ ഇവളെ കല്യാണം കഴിക്കുന്നു വിചാരിച്ചിട്ടാണെങ്കിലേ അത് വേണ്ട. ഒരു പ്രളയം വന്ന് സർവ്വ സ്ത്രീകളും മരിച്ചൊടുങ്ങി. ബാക്കിയാവുന്നത് ഇവള് മാത്രമാണെങ്കിൽ പോലും എനിക്കിവളെ വേണ്ട. ഞാൻ ഇവളെ തൊടത്തില്ല. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനുമില്ല. നിർമ്മലേ, എനിക്ക് പറയാനുള്ള അവസാന വാക്കാണ് ഞാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞത്. ഇനി എനിക്ക് നിന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുടുംബത്തിലൊരാള് തന്നെ കുടുംബത്തിന്റെ ശാപമാണെന്ന് പറയുന്നതേ അതൊരു വല്ലാത്ത യോഗമാണ് നിർമ്മലേ. ഇനിയെങ്കിലും കുറച്ച് മാനത്തോടെ ജീവിക്കാൻ നോക്ക്. അതെ, നിർമ്മല ഈ വീട്ടിലെ പെണ്ണ. ഞാനാണ് ഒരു അധികാരമില്ലാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നിർമ്മലെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ എനിക്ക് ചില പരിധികളുണ്ട്. എന്റെ അവസ്ഥ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ആശങ്കള് സ്വസ്ഥത തരത്തിലൊരു നിമിഷം പോലും. പോട്ടെ മോനെ, ഒരു തോട്ടത്തില് മുള്ളുള്ള ചെടികളും കാണില്ലേ, അങ്ങനെ കരുതിയാൽ മതി.